ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്വീറ്റ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പി ആയിട്ടാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ്സാക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ ബട്ടറാണ് എടുത്തിട്ടുള്ളത്. 100 ഗ്രാമിൻ്റെ ഒരു ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു സമയത്ത് ബട്ടറല്ല, നിങ്ങൾക്ക് നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യുക, എന്നാലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ബട്ടർ ആകുമ്പോൾ ഒന്ന് മെൽറ്റാക്കി എടുക്കുക കേട്ടോ. ഗീ ആണെങ്കിലും ഒന്ന് മെൽറ്റാക്കി എടുത്തോ. കട്ടെല്ലാം പിടിച്ച ഗീ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിതാ ഒരു 15 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഒരു ഫുൾ പാക്ക് തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഇതുണ്ടല്ലോ, ഇന്നലെ ഞാൻ നെസ്റ്റോയിൽ പോയ ടൈമിൽ മോൻ അവിടെ കണ്ടു ഈ ഒരു ഐറ്റംസ്. അന്നേരം അതിൻ്റെ റേറ്റ് നോക്കിയ സമയത്ത് വെറും 5 പീസാണെന്ന് തോന്നുന്നു, 160 രൂപയ്ക്കാണ്. അന്നേരം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ബ്രെഡ് എടുത്തിട്ട് ഇത് വീട്ടിൽ ചെന്ന പാടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അങ്ങനെ പോകുന്നതാണ്. അന്നേരം വീട്ടിൽ വന്ന പാടെ ഉണ്ടാക്കിയെടുത്തൊരു റെസിപ്പിയാണ് കേട്ടത്. ചില ഐറ്റംസിന് നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുമ്പോൾ നല്ല റേറ്റ് ആയിരിക്കും കേട്ടോ. അതിൻ്റെ പകുതി ക്യാഷെല്ലാം കൊടുത്താൽ നമുക്ക് വീട്ടിൽ തന്നെ അധികം ക്വാണ്ടിറ്റി തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ബ്രെഡ് ഫുള്ളായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് വരെ ആവാം. ഇതുണ്ടല്ലോ, കുറഞ്ഞൊരു മധുരത്തിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിക്കും കുറഞ്ഞ മധുരം മതിയെങ്കിൽ ഒരു 1/4 കപ്പ് എടുത്താലും മതി. അതെല്ലാം ഓരോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലൊന്നും കറക്റ്റ് ഒരു അളവൊന്നുമില്ല പഞ്ചസാരക്കും തേങ്ങക്കും ഒന്നും. അതിനൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇതുണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിലേക്ക് ചേർക്കുന്ന പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൗഡർ പോലെ പൊടിച്ചെടുക്കണം കേട്ടോ. തരികളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ പൊടിച്ചെടുക്കുക. ബ്രെഡും അതുപോലെ തന്നെ പഞ്ചസാരയും. ഇനിയിപ്പോൾ ഇതിലോട്ട് വേണ്ടത് കാഷ്യൂ ആണ് എടുത്തിട്ടുള്ളത്. കാഷ്യോ ബദാമോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കുക. ഈ ഒരു പഞ്ചസാര പൊടിച്ചെടുത്തില്ലേ, ആ ഒരു ജാറിൽ തന്നെ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാൽ നന്നായിട്ട് പൊടിയിട്ടോ. പഞ്ചസാര പൊടിച്ച പാത്രത്തിലാകുമ്പോൾ കാഷ്യൂ പെട്ടെന്ന് തന്നെ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടും. അതും പാടെ ചേർത്ത് കൊടുക്കുക. ഇതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. കാഷ്യൂവിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല, നിങ്ങൾക്ക് എത്രയാണോ ഇഷ്ടം അത്ര ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക കേട്ടോ. കൊക്കോ പൗഡറിൻ്റെ അളവ് കൂടി പോവരുത് കേട്ടോ. മാക്സിമം 2 അല്ലാന്നുണ്ടെങ്കിൽ 2.5 ടീസ്പൂണോ, അതിൽ കൂടുതലായി പോവരുത്. അന്നേരം ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിക്കുക, കറക്റ്റ് അളവ് തന്നെ എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതിലോട്ട് വേണ്ടത് പാലാണ്. 1/2 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പാലോ അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു 1/2 കപ്പ് എടുത്താൽ മതി. അതും ഒഴിച്ചു കൊടുക്കുക. അതിന് മുമ്പേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. പഞ്ചസാരയും കൊക്കോ പൗഡറും ബ്രെഡും എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നിങ്ങളെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡും പഞ്ചസാരയും കാഷ്യൂ എല്ലാം പൊടിച്ചെടുത്തില്ലേ, അത് മാത്രം വെച്ചിട്ടും ചെയ്തെടുക്കുക. ടേസ്റ്റ് കൊക്കോ പൗഡറിൻ്റെ ആ ഒരു ടേസ്റ്റ് വരില്ല, അതുപോലെ തന്നെ കളറും കിട്ടൂല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാലും അങ്ങനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അങ്ങനെ ഞാൻ ഇതിൻ്റെ മുമ്പേ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം പാടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു ബട്ടർ ഉണ്ടല്ലോ, ഇതങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ബട്ടറെല്ലാം മെൽറ്റ് ആക്കുമ്പോൾ ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതിന് ഞാൻ നേരത്തെ തന്നെ ബട്ടർ മെൽറ്റാക്കി എടുത്തതാണ്. ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതും മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് പാലും പാടെ ചേർത്ത് കൊടുക്കുക. 1/2 കപ്പ് പാല് ചേർത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. ഇനി പാല് കുറച്ച് കൂടി പോവേ അല്ലാന്നുണ്ടെങ്കിൽ കുറഞ്ഞു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ, കൂടി പോയാൽ കുറച്ചും കൂടെ ബ്രെഡ് പൊടിച്ചിട്ട് കൊടുത്താൽ മതി. കുറഞ്ഞു പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊന്നും പാടെ മിക്സ് ആക്കി എടുക്കുക. കൈ വെച്ചിട്ട് തന്നെ ഒരേപോലെ മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഇതെല്ലാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഉണ്ടല്ലോ, കിച്ചണൊക്കെ നല്ല അടിപൊളി ഒരു സ്മെല്ലായിരിക്കും. ബേക്കറി ഐറ്റംസ് നമ്മൾ ബേക്കാക്കി എടുക്കൂലേ, ആ ഒരു ടൈമിൽ കിട്ടുന്ന ആ ഒരു സ്മെല്ലുണ്ടല്ലോ, അടിപൊളി സ്മെല്ല്. അപ്പോൾ അതായിരിക്കും ഇതിങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ. ഇത് ഞാൻ മിക്സാക്കുന്നതിൻ്റെ ഇടയിൽ ഇതന്നെ മോന് കൈ വെച്ച് എടുത്തിട്ട് വാരി കഴിക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഒരുപോലെ മിക്സാക്കി എടുക്കുക. ഒരുപാട് പ്രസ്സാക്കി കുഴക്കണമെന്നൊന്നുമില്ല. എല്ലാതും പാടെ ഒന്ന്
ഒരുമിച്ച് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ഇങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾ കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കൊടുത്തോ. വെക്കേഷൻ ടൈമല്ലേ, അവർ നല്ല ഹാപ്പി ആവും. അടിപൊളി ടേസ്റ്റ് അല്ലേ. ഇതിൽ കുറച്ച് മധുരം ഒന്നും കൂടെ കുറച്ചിട്ടാൽ നമുക്ക് 4 മണിക്ക് ചായ എല്ലാം ഉണ്ടാക്കൂലേ, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് വേണ്ടത് തേങ്ങയെന്ന്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ചതച്ചെടുക്കുക. ഇതിലോട്ട് ഒരു 2-3 ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചതച്ചെടുക്കുക കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവില്ലേ, ചില ഐറ്റംസിലൊന്നും മധുരം വലിയ ഇഷ്ടമല്ല. ഇത് മധുരം ഇട്ടിട്ടില്ലെങ്കിലും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ തേങ്ങയും എല്ലാം വെച്ചിട്ട്. ഞാനിപ്പോൾ ഇതൊക്കെ 4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മോന് പറഞ്ഞു നല്ല മധുരം ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ 2-3 ടീസ്പൂൺ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും പാടെ ഒന്ന് മാറ്റി വെക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞ പോലെ ആവരുത് കേട്ടോ. ജസ്റ്റ് എല്ലാം പാടെ ഒന്ന് മിക്സാക്കി ഒന്ന് എന്താ പറയുക ചതച്ചെടുക്കുക. നമ്മൾ അവിയലിനെല്ലാം ചതച്ചെടുക്കൂലേ, അതുപോലെ പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയൊരു ബട്ടർ പേപ്പർ തന്നെ എടുത്തു കൊടുക്കുക. എന്നിട്ട് ആദ്യം റെഡിയാക്കി വെച്ച ബ്രെഡും മിക്സ് ഉണ്ടല്ലോ, ഇതിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ആദ്യം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇത് തീരെ കനം കുറക്കാനും പറ്റില്ല, നല്ല കനത്തിലും എന്താ പറയുക പരത്തിയെടുക്കണ്ട കേട്ടോ. എല്ലാ ഭാഗവും ഒരുപോലെ എത്തുന്ന രീതിയിൽ ആദ്യം കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വേറൊരു ബട്ടർ പേപ്പർ വെക്കുക. എന്നിട്ട് റോളർ ഉണ്ടല്ലോ, നമ്മൾ പത്തിരി എല്ലാം പരത്തുന്ന റോളർ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഉരുട്ടി കൊടുത്താൽ മതി. അന്നേരം കറക്റ്റ് അളവിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ഈ ഒരു റോളർ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും. എനിക്കുണ്ടല്ലോ ഇതാണ് ഇഷ്ടം കേട്ടോ. പത്തിരി വരത്തിയെടുക്കാനും ചപ്പാത്തി വരത്തിയെടുക്കാനും മറ്റേ മരത്തിൻ്റെ ആ ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അതൊന്നും വെച്ചിട്ട് പത്തിരി എല്ലാം പരത്തിയെടുത്താൽ എനിക്ക് ശരിയാവേ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതന്നെയാണ് യൂസ് ചെയ്യൽ. അതുകൊണ്ട് ഞാൻ ഇതന്നെ എടുത്തിട്ടുള്ളത് കേട്ടോ. മറ്റേ ആ ഒരു ടൈപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നതെല്ലാം ഞാൻ ഒഴിവാക്കി. എനിക്ക് അതുകൊണ്ടൊന്നും ശരിയാവുന്നില്ല. ഇതാവുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് പത്തിരി എല്ലാം റെഡിയാക്കി എടുക്കുക. അതുകൊണ്ട് ഞാൻ ഇതന്നെ വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഇത് പരത്തി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ മുകളിലത്തെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വെക്കാം. അതിൻ്റെ ആവശ്യം ഇനിയില്ല കേട്ടോ. അപ്പോൾ ഒരുപോലെ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് ഒരുപോലെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതിലോട്ട് ചതച്ച് വെച്ച തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കണ്ട. അങ്ങനെ വരുമ്പോൾ അത് അങ്ങനെ റോളാക്കി എടുക്കും നേരം അത് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല സൈഡിലേക്ക് വെച്ച് കൊടുക്കാത്ത രീതിയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് പരത്തി കൊടുക്കുക കേട്ടോ. ഒരുപാട് പ്രസ്സാക്കി പരത്തിയെടുക്കരുത്. അതിൻ്റെ ഉള്ളിലോട്ട് ഇറങ്ങിപ്പോയത് എല്ലാം ഒരുപോലെ ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ അടിപൊളിയായിട്ട് കിട്ടും. ഇതെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഒരുപാട് പണിയുണ്ട് എന്ന് തോന്നൂലേ? ഇല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മൾ വീഡിയോ എല്ലാം എടുത്ത് അതുപോലെ ഇങ്ങനെ കാണിച്ചിട്ട് വോയിസ് ഓവർ എല്ലാം കൊടുക്കുമ്പോൾ ഒരുപാട് ടൈമില്ല പോലെ തോന്നുക കേട്ടോ. ശരിക്കും ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാം. ഒന്ന് അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് റോളാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് ആ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് മെല്ലെ ഒന്ന് റോളാക്കിയിട്ട് ബട്ടർ പേപ്പർ അതിൽ നിന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് അങ്ങനെ അതുപോലെ എല്ലാ ഭാഗവും അങ്ങനെ റോളാക്കി കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് വരുന്ന ബട്ടർ പേപ്പർ തന്നെ വെച്ചിട്ട് അങ്ങനെ ചുരുട്ടി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിൽ വെച്ച് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം എടുക്കുകയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. ഫ്രീസറിൽ ഇറങ്ങി അരമണിക്കൂർ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിൽ കൂടുതൽ വെച്ച് കൊടുക്കരുത്, അന്നേരം ഭയങ്കര ഹാർഡായിട്ട് പോകും. അരമണിക്കൂർ വെച്ച് കൊടുത്താൽ തന്നെ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടില്ലേ, ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇത് റോളാക്കുന്ന നേരം ബട്ടർ പേപ്പറും പാടെ കൂട്ടിയിട്ട് അങ്ങനെ റോളാക്കി പോവരുത്. അങ്ങനെ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ ആയിട്ട് പോകും. അന്നേരം അത് കഴിക്കുന്ന നേരത്ത് ബട്ടർ പേപ്പർ എല്ലാം മാറ്റേണ്ടി വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവർക്കും ഇതൊക്കെ റോൾ ചെയ്യാൻ അറിയാം, സിമ്പിളാണ്. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ
വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെ തന്നെ റോളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ ഇതൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുക്കലാന്ന് കേട്ടോ. ഞാനുണ്ടല്ലോ അത് ഉണ്ടാക്കിയെടുത്തപ്പോൾ പെട്ടെന്ന് റെഡിയാക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഫ്രീസറിൽ വെച്ച് കൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ദാ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ദാ ഇതിലത്തെ ബട്ടർ പേപ്പർ ഉണ്ടല്ലോ, ഇതങ്ങ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലുള്ളതും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നാൽ കറക്റ്റായിട്ട് കിട്ടും. ആ ഫസ്റ്റത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചാലാണ് ആ കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഇനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ദാ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയില്ല അടിപൊളിയാണെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിലും കനം കുറച്ചിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക. പൊടിഞ്ഞു പോവാതെ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഇത് ഞാൻ കുറച്ച് വലിയ സൈസാക്കിയിട്ട് എടുത്തിട്ടുള്ളത് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിലേറെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ്. ഇത് ഫസ്റ്റ് എല്ലാം കാണുന്ന നേരം ഉണ്ടല്ലോ, ഇതിപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫില്ലിംഗ് എല്ലാം വെക്കുക എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് പോകൂലേ. അങ്ങനെ ഫസ്റ്റ് ഞാനിത് ഉണ്ടാക്കിയെടുത്തപ്പോൾ ഇപ്പോഴൊന്നുമല്ല കേട്ടോ, 2-3 വർഷം മുമ്പേ ഞാനിത് ഉണ്ടാക്കിയെടുത്തിരുന്നു. അന്നേരം ഞാൻ ഇത് ഷോപ്പിൽ കണ്ടിട്ട് ഉണ്ടാക്കിയെടുത്തതാണ്, ഇത് എങ്ങനെ ആവും എന്നിട്ട് എന്തോ ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്തപ്പോൾ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ദാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.